ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്ത ഇതാണ്: ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ഹിന്ദി ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ പോവുക, അത് കാണുക. കാരണം നമുക്ക് 2 ലാംഗ്വേജ് പഠിക്കാമല്ലോ, ഇംഗ്ലീഷുമായി ഹിന്ദിയുമായി അല്ലേ. 2 ലാംഗ്വേജൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ വൈഫിനോടൊക്കെ സംസാരിക്കുമ്പോൾ ക്യാ ചായേ, വാട്ട് ആർ യു ഡൂയിങ്, 2 ലാംഗ്വേജ് ഒരുമിച്ച് പറയുമ്പോൾ ആ ഒരു ഫീലിങ്സ് അല്ലേ. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എനിക്ക് അവിടെ പോകാൻ ആഗ്രഹമുണ്ട്, എനിക്ക് അവിടെ പോകണം. ആഗ്രഹം കാണിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹത്തെക്കുറിച്ച് പറയാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? എന്താണ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ചെയ്യുക, പ്രവൃത്തി. ഓക്കെ, എനിക്ക് അവിടെ പോകാൻ ആഗ്രഹമുണ്ട്, എനിക്ക് നിങ്ങളൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്, എനിക്ക് അവിടെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, അവരോടൊക്കെ സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഓക്കെ, ഇതുപോലുള്ള സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു സ്ട്രക്ചറാണ്, ഫോർമുലയാണ് wants to പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. എന്താണ് wants to പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. want നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ ഫോം അല്ലേ. ഐ വോണ്ട് ടു, യു വോണ്ട് ടു, ദേ വോണ്ട് ടു. ഓക്കെ, ഇനി wants to എസ് വന്നല്ലോ, എസ്. wants to ഉപയോഗിക്കുന്നത് സിംഗുലറിന് വേണ്ടിയിട്ട്. ഷീ വോണ്ട്സ് ടു, ഹി വോണ്ട്സ് ടു, അഞ്ജലി വോണ്ട്സ് ടു. ഓക്കെ, അങ്ങനെ. അത് കഴിഞ്ഞാണ് വെർബ് ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്, വെർബ് ഫസ്റ്റ് ഫോം. ഇപ്പം ഞാൻ പറയാണ്, എനിക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് പറയാം ഐ വോണ്ട് ടു ഗോ ദെയർ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് വരാം, എനിക്ക് നിന്നെ കാണുന്ന ഒരു ആഗ്രഹമില്ല. അപ്പോഴാണ് ഇത് നെഗറ്റീവ് ഉപയോഗിക്കുക. ഡോണ്ട് അല്ലെങ്കിൽ ഡസൻറ്റ്, വോണ്ട് ടു പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം എന്ന് പറയാം. ഡോണ്ട് വോണ്ട് ടു അല്ലെങ്കിൽ ഡസൻറ്റ് വോണ്ട് ടു. ഡോണ്ട് ഉപയോഗിക്കുക പ്ലൂറൽ ഫോമിന് വേണ്ടിയിട്ടാണ്, ഡസൻറ്റ് ഉപയോഗിക്കുക സിംഗുലറിന് വേണ്ടിയിട്ടാണ്. വോണ്ട് ടു ഫിക്സ്ഡ് ആണ്, അത് ഉപയോഗിക്കണം. ഓക്കെ, അതിൻ്റെ കൂടെ വെർബ് ഫസ്റ്റ് ഫോം. ഓക്കെ, അപ്പോൾ ഓരോന്നായി ഇങ്ങനെ എക്സാമ്പിൾ നോക്കാം, പെട്ടെന്ന് മനസ്സിലാവും. ഒന്നാമത്തെ എക്സാമ്പിളാണ് എന്ത്? എനിക്ക് ഇന്ന് അവിടെ പോകാൻ ആഗ്രഹമുണ്ട്, എനിക്കിന്ന് അവിടെ പോകണം. ഇവിടെ പോകണം എന്ന് ഉദ്ദേശം എന്താണ്? ആഗ്രഹം ചെയ്യണം. അതിൽ വേറെയും വേർഡ്സുകളുണ്ട്, ഹാവ് ടു ഒക്കെ ഉണ്ട്. പക്ഷേ ആഗ്രഹമാണെങ്കിൽ നമ്മൾ വോണ്ട്സ് ആണ് ഉപയോഗിക്കാറ്. എന്ന് പറയാം, എനിക്ക് ഇന്ന് അവിടെ പോകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കല്ലേ, ഞാൻ പറയും ഐ. ആദ്യം ഐ എഴുതിയല്ലോ, അതിൻ്റെ കൂടെ എന്താ വരിക? വോണ്ട് ടു ആണോ വോണ്ട്സ് ടു ആണോ? വോണ്ട് ടു ആണ് വരിക. ഐ വോണ്ട് ടു. അപ്പോൾ എഴുതി ഐ വോണ്ട് ടു. പോവുക വെർബ് ഫസ്റ്റ് ഫോം അല്ലേ, വെർബ് ഫസ്റ്റ് ഫോം. ഇത് കഴിഞ്ഞതാണ് വെർബ് ഫസ്റ്റ് ഫോം ആണ്, പോവുക, ഗോ. ഐ വോണ്ട് ടു ഗോ. എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. എവിടെ? അത് എഴുതണം. എവിടെയാണ്? അവിടെ. ദെയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഓവർ ദെയർ എന്ത് എഴുതാം. ഓക്കെ, ഐ വോണ്ട് ടു ഗോ ഓവർ ദെയർ, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഗോ ദെയർ. ഇനി രണ്ടാമത് നോക്കാം. അവൻക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. അവൻക്ക് നിങ്ങളെ കാണുന്നൊക്കെ ആഗ്രഹമുണ്ട്, ആഗ്രഹമുണ്ട്. അപ്പം പറയാം അവൻ, ഹീ എഴുതിയല്ലോ. അതിന് ശേഷം എന്താണ്? വോണ്ട് ടു അല്ല വരിക, എന്താ വരിക? വോണ്ട്സ് ടു ആണ് വരിക, സിംഗുലർ ആണ്. ഹീ വോണ്ട്സ് ടു. എന്താണ്? കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹീ വോണ്ട്സ് ടു സീ അല്ലെങ്കിൽ മീറ്റ്. ഓക്കെ, കണ്ടുമുട്ടുക. ഹീ വോണ്ട്സ് ടു സീ ആരെ? നിങ്ങളെ. ഓക്കെ, ഇത് നമ്മുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി അല്ലേ. സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് പിന്നെ ഉള്ള എക്സ്ട്രാ വേർഡ്സ് ചേർക്കാം. ഹീ വോണ്ട്സ് ടു സീ യു. അവൻക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. ഇനി എന്നാണോ കാണാൻ ആഗ്രഹമുള്ളത് അതിവിടെ എഴുതാം. ഇന്നാണെങ്കിൽ ടുഡേ, നാളെ ആണെങ്കിൽ ടുമോറോ. ഓക്കെ, ഇന്നലെ എഴുതരുത്. ഇന്നലെ എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ ചെയ്യരുത്. ഇതിൽ പാസ്റ്റ് പാടില്ല, ടൈം. ഇനി അടുത്താണ്, മൂന്നാമതാണ്, എനിക്ക് ഇപ്പോൾ ഒരു സിഗരറ്റ് വലിക്കണം. ഇത് ആഗ്രഹമുണ്ട്. എനിക്കിപ്പോൾ ഒരു സിഗരറ്റ് വലിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒരു സിഗരറ്റ് വലിക്കാൻ തോന്നുന്നുണ്ട്, ആഗ്രഹമുണ്ട്. അപ്പോൾ പറയാം എനിക്ക് ഐ വോണ്ട് ടു ആണ് വരിക. ഐ വോണ്ട് ടു, വോണ്ട്സ് ടു എഴുതരുത്. ഐ വോണ്ട് ടു അല്ലേ, വലിക്കുക, സ്മോക്ക്. ഐ വോണ്ട് ടു സ്മോക്ക് എ സിഗരറ്റ്, ഒരു സിഗരറ്റ്. ഐ വോണ്ട് ടു സ്മോക്ക് എ സിഗരറ്റ്. ഇപ്പോൾ നമ്മൾ എഴുതാം, നൗ എഴുതാം അല്ലേ. നൗ അല്ലെങ്കിൽ അറ്റ് ദ മൊമെൻറ്റ്. എനിക്ക് ഇപ്പോൾ ഒരു സിഗരറ്റ് വലിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഐ വോണ്ട് ടു സ്മോക്ക് എ സിഗരറ്റ് അറ്റ് ദ മൊമെൻറ്റ്.
ഐ വോണ്ട് ടു സ്മോക്ക് എ സിഗരറ്റ് നൗ. ഡു യു ഹാവ്? ഓക്കെ. ഇനി അടുത്താണ് നാലാമത്. എനിക്ക് നാളെ അവനെ കണ്ട കൊള്ളാമെന്നുണ്ട്. മലയാളത്തിൽ നമ്മൾ പല രീതിയിലും പറയും അല്ലേ? ആഗ്രഹങ്ങൾ നമ്മൾ പല രീതിയിൽ നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. എന്ത്? എനിക്ക് അവിടെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, എനിക്കവിടെ പോകണം, എനിക്കവിടെ പോയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് അല്ലേ? പലതും പറയും. ഓക്കെ. എനിക്ക് നാളെ അവനെ കണ്ട കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഐ വോണ്ട് ടു ഓക്കെ സീ അല്ലെങ്കിൽ മീറ്റ് എന്തു എഴുതാം? ഐ വോണ്ട് ടു സീ അവനെ, ഹിം. ഐ വോണ്ട് ടു സീ ഹിം. ഐ വോണ്ട് ടു സീ ഹിം. എപ്പോഴാണ്? നാളെ. അപ്പം നാളെ എന്ന് പറയുന്നത് ആഡ്വർബ് ഓഫ് ടൈമാണ്. അത് നമുക്ക് ലാസ്റ്റ് എഴുതിയാൽ മതി, ടുമോറോ. അപ്പം എന്തായി? ഐ വോണ്ട് ടു സീ ഹിം ടുമോറോ. ഐ വോണ്ട് ടു സീ ഹിം ടുമോറോ. എനിക്ക് നാളെ അവനെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇനി അടുത്താണ്, അവൻക്ക് ഇന്ന് രാത്രി എൻ്റെ അടുത്ത് വരണമെന്നുണ്ട്. അവൻക്ക് ഇന്ന് രാത്രി എൻ്റെ അടുത്ത് വരണമെന്നുണ്ട് എന്ന് വെച്ചാൽ ആഗ്രഹമാണ്. എന്താണ്? ആഗ്രഹം. അപ്പം അവൻക്ക് ഹി എഴുതിയല്ലോ. ഹീന് ശേഷം എന്താണ്? വോൺസ് ടു. എന്താ പറയുക? വോൺസ് ടു. ക്ലിയർ? വോൺസ് ടു. കം എവിടെ? എൻ്റെ അടുത്ത്. കം ടു മീ. ഹി വോൺസ് ടു എന്താണ്? കം ടു മീ. ഹി വോൺസ് ടു കം ടു മീ എന്ന് ഇന്ന് രാത്രി. ടു നൈറ്റ്. എന്താണ്? ഇന്ന് രാത്രി. ടു നൈറ്റ്. ഇനി ഇതിനൊക്കെ നെഗറ്റീവ് എങ്ങനെ എഴുതാം? ഞാൻ പറയാണ്, എനിക്ക് ഇന്ന് അവിടെ പോകാൻ ആഗ്രഹമില്ല. എനിക്ക് ഇന്ന് അവിടെ പോകാൻ ആഗ്രഹമില്ല എങ്ങനെ എഴുതാം? അപ്പോൾ ഇത് ഐ ഡോണ്ട്. എന്താ പറയുക? ഐ ഡോണ്ട് വോണ്ട് ടു. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ദെയർ. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ദെയർ. ഇനി ഇതിൻ്റെ അവൻക്ക് നിങ്ങളെ കാണാൻ ഒരു ആഗ്രഹമില്ല. അവൻക്ക് നിങ്ങളെ കാണാൻ ഒരു ആഗ്രഹമില്ല എന്ന് പറയാം. ഹി ഡസൻറ്റ്. അപ്പോൾ ഡസൻറ്റ് വരും. ഓക്കെ. ഹി ഡസൻറ്റ് വോണ്ട് ടു സീ യു. ഹി ഡസൻറ്റ് വോണ്ട് ടു സീ യു. വളരെ കഷ്ടം. ഇനി അടുത്താണ്, എനിക്കിപ്പോൾ ഒരു സിഗരറ്റ് വലിക്കണ്ട. എനിക്കിപ്പോൾ ഒരു സിഗരറ്റ് വലിക്കണ്ട. നെഗറ്റീവ് ആണെങ്കിലോ? അവരാ എനിക്ക് ഐ ഡോണ്ട് സ്മോക്ക് എ സിഗരറ്റ് നൗ. ഐ ഡോണ്ട് സ്മോക്ക് എ സിഗരറ്റ് നൗ. ഓക്കെ. ഇനി എനിക്ക് നാളെ അവനെ കണ്ടാൽ കൊള്ളാമെന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് നാളെ അവനെ കാണണ്ട. എനിക്ക് നാളെ അവനെ കാണണ്ട. ഐ ഡോണ്ട് വോണ്ട് ടു സീ ഹിം ടുമോറോ. ഐ ഡോണ്ട് വോണ്ട് ടു സീ ഹിം ടുമോറോ. ഓക്കെ. ഇനി ലാസ്റ്റ് നോക്കാം. എല്ലാവരും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. അത് പറയാം എവ്രിബഡി. ആദ്യം എന്താ പറയുക? എല്ലാവരും. എവ്രിബഡി അല്ലെങ്കിൽ എവ്രി വൺ ഒക്കെ പറയാം. ഓക്കെ. എവ്രിബഡി സിംഗുലറാണ്, മറക്കരുത്. എവ്രിബഡി സിംഗുലറാണ്, ഒരു ഗ്രൂപ്പിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എവ്രിബഡി സിംഗുലർ. എവ്രിബഡി വോൺസ് ടു. എവ്രിബഡി വോൺസ് ടു സീ യു. എവ്രിബഡി വോൺസ് ടു സീ യു. ഉണ്ടോ? എന്തായി? എല്ലാവരും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. എവ്രിബഡി വോൺസ് ടു സീ യു. എവ്രിബഡി വോൺസ് ടു മീറ്റ് യു. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. ഏഴാമതാണ്, 7th വൺ. ഇവിടെ നോക്കാം. 9, 10 ഹോംവർക്കാണ്. ഇത് നിങ്ങൾ ചെയ്യണം. ഓക്കെ. ഏഴാമതാണ്, അവൾക്ക് നിന്നോട് എന്തോ സംസാരിക്കണമെന്നുണ്ട്. അവൾക്ക് നിന്നോട് എന്തോ സംസാരിക്കണം. അവൾക്ക് നിന്നോട് എന്തോ സംസാരിക്കണം ആഗ്രഹമുണ്ട്. ഓക്കെ. അപ്പോൾ അവൾക്ക് ഷീ എഴുതല്ലോ. ഷീ സിംഗുലറാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വോൺസ് ടു ചെയ്തു. ഷീ വോൺസ് ടു സ്പീക്ക് അല്ലെങ്കിൽ ടോക്ക്. എന്ത് എഴുതാം? സ്പീക്ക് എഴുതിക്കോളും അല്ലെങ്കിൽ ടോക്ക് എഴുതിക്കോളും. ടോക്ക് എഴുതി. ഷീ വോൺസ് ടു ടോക്ക് ടു യു. ടോക്കിൻ്റെ കൂടെ ടു ആണ് വരാക്കുക. ഓക്കെ. ഷീ വോൺസ് ടു ടോക്ക് ടു യു. എന്തോ സംസാരിക്കുന്നുണ്ട്. സംതിങ്. ഷീ വോൺസ് ടു ടോക്ക് ടു യു സംതിങ്. ഷീ വോൺസ് ടു ടോക്ക് ടു യു സംതിങ് അല്ലേ? ഇനി അവൾക്ക് എന്നോടെന്തോ സംസാരിക്കാൻ ഇല്ലാന്നാണെങ്കിലോ? നെഗറ്റീവ് ആണോ? എന്താണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് എങ്ങനെ വരും? ഷീ ഡസൻറ്റ് വോണ്ട് ടു ടോക്ക് ടു യു. എന്താണ്? ഷീ ഡസൻറ്റ് വോണ്ട് ടു ടോക്ക് ടു യു. പിന്നെ സംതിങ് അല്ല, എനിത്തിങ്. ഷീ ഡസൻറ്റ് വോണ്ട് ടു ടോക്ക് ടു എനിത്തിങ്. ഓക്കെ. ഷീ ഡസൻറ്റ് വോണ്ട് ടു ടോക്ക് ടു സംതിങ്, എനിത്തിങ്. ഇനി അടുത്താണ് 8ാമത്. നിങ്ങൾ 2 പേരിൽ ഒരാൾക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടല്ലോ. നിങ്ങൾ 2 പേരിൽ ഒരാൾക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടല്ലോ ആഗ്രഹം. ഓക്കെ. അപ്പം നിങ്ങൾ 2 പേരിൽ ഒരാൾ എങ്ങനെ പറയാം? ഈദർ ഓഫ് യു അല്ലേ? എന്താണ്? ഈദർ ഓഫ് യു. നിങ്ങൾ 2 പേരിൽ ഒരാൾക്ക് സിംഗുലറാണ്, മറക്കരുത്. സിംഗുലറാണ്. വോൺസ് ടു. എന്താണ്? വോൺസ് ടു ടോക്ക് ടു മീ. വോൺസ് ടു ടോക്ക് ടു മീ. എന്താണ്? എന്തോ
എന്നോട് എന്തോ സംതിങ്, എന്തോളിന് സംതിങ് ആണ് അവിടെ എഴുതി, സംതിങ്. അപ്പം എന്തായി? ഇങ്ങനെ either of you wants to talk to me something. either of you wants to talk to me something. നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്ക് എന്നോട് എന്തോ സംസാരിക്കണമെന്നുണ്ട്. ഇനി 9, നാളെ ഞാൻ അവൻ്റെ വീട്ടിൽ പോകാൻ ആഗ്രഹമുണ്ട്. ഇതിൻ്റെയും 10ാമത്തിൻ്റെയും എനിക്ക് ഇന്ന് വൈകുന്നേരം അവനുമായിട്ട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഈ രണ്ടിൻ്റെയും ആൻസർ എഴുതിയിട്ട് കമൻറ്റ് ബോക്സ് അയക്കുക. ഓക്കെ മൈ ഫ്രണ്ട്സ്, താങ്ക് യു എവ്രി വൺ.